പലരും കേട്ടിട്ടുണ്ടാവില്ല സാൽമൺ ഫിഷ്. ആദ്യം പറയാൻ പോകുന്നത് ഈ സാൽമൺ ഫിഷിന്റെ ലൈഫ് സൈക്കിളിനെ പറ്റിയാണ്. പല ന്യൂസിലും കാര്യങ്ങളിലും ഒക്കെ പേപ്പറിലും ഒക്കെ ആയിട്ട് ഒരു പ്രാവശ്യം ഇതിന്റെ ആർട്ടിക്കിൾ വന്നിരുന്നില്ല. ചെളുക്ക പോക്കി വെച്ചിരിക്കുന്ന വലിയ സാൽമൺ ഫിഷ് നല്ല അടിപൊളിയായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അലുമിനിയം ഫോയിലേക്ക് ഓരോ പീസ് കട്ട് ചെയ്ത് വെച്ചതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ശരത് ലാൽ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഫിഷിനെ പറ്റിയാണ്. അതായത് പലരും കേട്ടിട്ടുണ്ടാവില്ല സാൽമൺ ഫിഷ്. സാൽമൺ ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഷിപ്പിൽ വല്ലപ്പോഴും റെയറായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് സാൽമൺ ഫിഷിന്റെ ഫ്രൈയും കാര്യങ്ങളെല്ലാം. പക്ഷേ ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഈ സാൽമൺ ഫിഷിന്റെ ലൈഫ് സൈക്കിളിനെ പറ്റിയാണ്. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ പ്രകൃതിയിലുള്ള ഒരു വലിയൊരു പ്രതിഭാസമാണ് ഈ സാൽമൺ ഫിഷിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പെല്ലാം പല ന്യൂസിലും കാര്യങ്ങളിലും ഒക്കെ പേപ്പറിലും ഒക്കെ ആയിട്ട് ഒരു പ്രാവശ്യം ഇതിന്റെ ആർട്ടിക്കിൾ വന്നിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിരുന്നത്. പിന്നെ അതിനെപ്പറ്റി കുറച്ച് അന്വേഷിച്ചപ്പോൾ അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റി എനിക്ക്. അപ്പോൾ പിന്നെ നമ്മൾ ഷിപ്പിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലരോടും ഷിപ്പിലെല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഷിപ്പിൽ ഉച്ചയ്ക്ക് സാൽമൺ ഫിഷിന്റെ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പേ ആ സാൽമൺ ഫിഷിന്റെ ഒരു ലൈഫ് സൈക്കിളിനെ പറ്റി ഞാൻ ചെറിയൊരു കാര്യം പറയാം. ഈ സാൽമൺ ഫിഷ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലെ ചെറിയ പുഴകളിൽ ജനിക്കുന്നു. ചെറിയ പുഴകളിൽ ആദ്യം വലിയ ഈ സാൽമൺ ഫിഷ് വന്നിട്ട് മുട്ടയിട്ടിട്ട് ആ മുട്ടയിട്ട ഫിഷ് അവിടെ തന്നെ മരിക്കുകയും അതിനുശേഷം ഈ മുട്ട വിരിഞ്ഞ് ഈ മക്കൾ അവിടെ ഉണ്ടായിട്ട് ഈ മറ്റു ഫിഷുകളെ പോലെ ഫീഡ് ചെയ്യാനോ കെയർ ചെയ്യാനോ ഇതിൻ്റെ അച്ഛനമ്മ ആയിരുന്ന ഫിഷ് ഉണ്ടാവുന്നില്ല. കാരണം അത് മുട്ടയിട്ട് കുറച്ച് കാലം കൊണ്ട് തന്നെ അവർ മരിച്ചു പോകുന്നുണ്ട്. അപ്പം അതിനുശേഷം ഈ ഫിഷ് മക്കൾ കുറച്ചൊന്ന് വലുതായി അവർ മുട്ടന്ന് വിരിയുന്നത് മുതൽ സ്വന്തമായിട്ട് ഭക്ഷണം കണ്ടുപിടിച്ച് ആദ്യത്തെ ഒരു വർഷം ഈ റിവറിൽ തന്നെ അവർ നിന്നിട്ട് ആ ഒരു ഹാബിറ്റാറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ലപോലെ അത്യാവശ്യം ഒരു വലുപ്പം വെക്കുന്നു. ആ വലുപ്പം വെച്ചതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ റിവറിലൂടെ നേരെ അടുത്ത വസന്തകാലത്ത് അവർ നേരെ ആ റിവറിലൂടെ ഡൗൺ സ്ട്രീം പോയിട്ട് പസഫിക് ഓഷ്യനിൽ, അതായത് നമുക്കറിയാം അമേരിക്കയുടെ സൈഡിലുള്ള പസഫിക് ഓഷ്യനിൽ അവർ എത്തിപ്പെടുന്നു. അതുവരെ അവർക്ക് ഭയങ്കര കഷ്ടപ്പെട്ട റൂട്ടായിരിക്കും. കാരണം റിവറാണ്, പല റൂട്ടും മാറി അവർ ഓട്ടോമാറ്റിക്കലി അവർ പസഫിക് ഓഷ്യനിൽ എത്തപ്പെടുന്നു. അപ്പം ഫ്രഷ് വാട്ടറിന് അവർ പിന്നെ എത്തപ്പെടുന്നത് സീ വാട്ടറിലാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ബോഡിയിൽ ചേഞ്ചസ് വരികയും ചെയ്യുന്നു. അങ്ങനെ ഈ പസഫിക് ഓഷ്യനിൽ എത്തിയതിനു ശേഷം പിന്നെ നോർത്തിലേക്ക് പോയിട്ട് അലാസ്കയുടെ അടുത്ത് നിന്ന് നേരെ തിരിഞ്ഞിട്ട് ഇവർ ജപ്പാൻ വരെ ഓൾമോസ്റ്റ് പോകുന്നു. അതായത് ഓൾമോസ്റ്റ് ഒരു 3 to 4 years, നെക്സ്റ്റ് 3 to 4 years ഇവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ ആ ഒരു പസഫിക് ഓഷ്യനിൽ ഫുള്ള് ട്രേഡ് ചെയ്ത് ജപ്പാൻ വരെ ഓൾമോസ്റ്റ് പോയി തിരിച്ചു വരുന്നു. ആ തിരിച്ചു വന്നതിന് ശേഷമുള്ളതാണ് മെയിൻ പ്രതിഭാസം എന്ന് പറയുന്നത്. അവർ ഏത് പുഴയിൽ നിന്നാണോ ഈ പസഫിക് ഓഷ്യനിലേക്ക് വന്നത് അതിൽ തന്നെ ഇത് റീ എൻ്റർ ചെയ്യുന്നു. അത് എക്സാക്ട്ലി സെയിം പുഴയിൽ റീ എൻ്റർ ചെയ്തിട്ട് ത്രൂ ഔട്ട് അവർ വന്ന വഴിക്ക് തന്നെ എക്സാക്ട്ലി വന്ന വഴിക്ക് ഫുള്ള് തിരിച്ചു പോവുകയും എവിടെയാണോ അവർ ജനിച്ചത് ആ ജനിച്ച ഏരിയയിൽ എത്തിയിട്ട് അവിടെ വീണ്ടും മുട്ടയിടുകയും അവിടെ തന്നെ മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു നാച്ചുറൽ ഭയങ്കര ഒരു അതിശയം ഉണ്ടാക്കുന്ന ഒരു നാച്ചുറൽ ഫിനോമിനനാണ്. അപ്പോൾ ഇതിനെന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാൽമൺ ഫിഷിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ കോമ്പസ്. അതായത് നമ്മൾ നമുക്കറിയാം ഷിപ്പായാലും ബോട്ടായാലും നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ കാന്തിക വലയം അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ് അല്ലെങ്കിൽ കോമ്പസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ കാന്തിക വലയവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും ഓരോരോ ഡിറക്ഷൻ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു നാച്ചുറൽ കോമ്പസ് ഈ ഫിഷിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളവരെ സ്മെല്ല് മനസ്സിലാക്കാൻ ഈ ഫിഷിന് കഴിവുണ്ട്. അപ്പോൾ ഓരോ റിവറിനും ഇവർ ജനിച്ചത് മുതൽ വന്ന ഓരോ വഴിയിലെയും സ്മെല്ല് മനസ്സിലാക്കാനും അതേ വഴിയിലൂടെ തിരിച്ചു പോകാനുള്ള ഒരു കഴിവ് ദൈവം ഈ ഫിഷിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഓരോ റൂട്ടിലൂടെ തിരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പം പല വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളുണ്ട്. അതെല്ലാം തിരിച്ച് ജമ്പ് ചെയ്യുകയും ഇവരുടെ ശരീരം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിച്ച് എവിടെ എത്തണോ അവിടെ വരെ വരാൻ ഇവർ കഴിയുന്നു. അതിനിടയ്ക്കെല്ലാം പിടിച്ചു പോകുന്ന ഫിഷുകളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഇത് തെളിയിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ടൊരു കാലിഫോർണിയയിൽ ഉണ്ടായിരുന്ന ഒരു ഫിഷ് ഫാം നമുക്കറിയാം. ഫിഷ് ഫാമിൽ ഡ്രെയിനേജ് ഉണ്ടാവും. അപ്പം ഫിഷ് ഫാമിൽ ജനിച്ച കുറച്ച് മക്കളുണ്ടായിരുന്നു. അവർ കുറച്ച് എന്തെന്ന് സംഭവിച്ചു വെച്ചാൽ ആ ഡ്രെയിനേജിന്റെ ഓപ്പണിങ്ങിലൂടെ താഴോട്ട് പോവുകയും അവർ ഡൗൺ സ്ട്രീം പോയിട്ട് പസഫിക് ഓഷ്യനിലെത്തി സാധാ ഒരു സാൽമൺ ഫിഷിന്റെ ലൈഫ് തിരിച്ച് അവിടെ തന്നെ കഴിഞ്ഞൊരു 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം അവർ അതുപോലെ തന്നെ തിരിച്ചു വന്ന് ഈ
ഫിഷ് ഫാമിലേക്ക് റീ എൻ്റർ ചെയ്തു. ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം നമുക്കറിയാം, ഒരു ഫിഷ് ഫാം ആകുമ്പോൾ റിവറുമായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ടാവില്ല, ബൗണ്ടറി കെട്ടി കാണും. അതുകൊണ്ട് തന്നെ അവർ ഫിഷ് ഫാമിലേക്ക് വന്നത് നേരെ ആ ഒരു റിവറിലൂടെ പോവാതെ അവിടെ നിന്ന് തിരിഞ്ഞ് ഡ്രെയിനേജ് ഇതിലാണോ പോയത്, ആ ഡ്രെയിനേജിലൂടെ തിരിച്ചു വന്നിട്ട് അവിടെ നിന്ന് ഇവരുടെ തല ഉപയോഗിച്ച് ആ ഡ്രെയിനേജിന്റെ മെഷ് പൊട്ടിച്ച് പുറത്ത് വന്നിട്ട് ആ ഫിഷ് ഫാമിന്റെ ടാങ്കിലേക്ക് വന്നു. അപ്പോൾ ആ ടാങ്കിൽ എങ്ങനെ ഇവർ കാണുന്ന വെച്ചാൽ പിറ്റേത്തെ ദിവസം ആ ഫിഷ് ഫാമിന് നോക്കി നടത്തുന്ന ആൾ നോക്കുമ്പോൾ ആ ഫിഷ് ഫാമിൽ വലിയ ഒരുപാട് സാൽമൺ ഫിഷുകളെ കണ്ടു. അങ്ങനെ അപ്പോൾ അവർക്ക് എങ്ങനെ അത് അവരുടെ തന്നെ ഫിഷാണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവുന്ന ഓരോ മക്കളിലും അവർ ആ ചെറിയ ടൈമിൽ തന്നെ അതിൻ്റെ മുകളിൽ ടാഗ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ ടാഗ് അതിൻ്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ടാഗ് തിരിച്ചു വന്നപ്പോഴും കണ്ടു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാൽമൺ ഫിഷിനെ പറ്റിയുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തിയത്. അതിനുശേഷം അവർക്ക് മനസ്സിലായി ഇന്ന കാര്യങ്ങൾ ഈ സാൽമൺ ഫിഷിനുണ്ട് എന്നുള്ള കാര്യവും. അതിനുശേഷം സാൽമൺ ഫിഷ് ഇത്തരം കാര്യങ്ങൾ ഫേമസ് ആയി. അതിൻ്റെ എന്താണ് നാച്ചുറൽ കോമ്പസ്, അവരുടെ സ്മെൽ സെൻസ് ചെയ്യാനുള്ള കഴിവ് ഭയങ്കരമാണെന്നുള്ള കാര്യമെല്ലാം എല്ലാവരും എത്തപ്പെട്ടത്. അപ്പം ഇതാണ് ഒരു സാൽമൺ ഫിഷിൻ്റെ കഥയെല്ലാം കേൾക്കുമ്പോൾ വളരെ ദയനീയമാണ്. പക്ഷേ എനിക്ക് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം സാൽമൺ ഫിഷ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫിഷാണ് എന്തൊക്കെ ആയാലും. അപ്പോൾ അതിനെ ഞങ്ങളിവിടെ സപ്പറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇനി ഇതിൻ്റെ കൂടെ കാണാൻ പോകുന്നത്. അത് ഞാൻ താഴെ ചീഫ് കുക്കിൻ്റെ കൂടെ ഗാലിയിൽ പോയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഗാലിയിൽ വന്നിരിക്കുകയാണ്. ചീഫ് കുക്കും GS എല്ലാം മുടിഞ്ഞ പണിയിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സാൽമൺ ഫിഷ് റൂം ടെമ്പറേച്ചറിലേക്ക് വരാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഫിഷിനെ എടുത്തിട്ട് പണിയുന്ന വീഡിയോസാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് പോവാം നമ്മുടെ പ്രൊവിഷൻ സ്റ്റോറിലേക്ക്. നമ്മുടെ പ്രൊവിഷൻ ഹാൻഡ്ലിംഗ് സ്പേസിലെത്തി. നമ്മുടെ റെഫ്രിജറേഷൻ ചേമ്പറിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഓൾറെഡി അവിടെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മൾ ഇന്നലെ അതൊന്ന് കാണാം. പാവം മരിച്ചുപോയി, റൂം ടെമ്പറേച്ചറിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ ആശാൻ. ഇനിയിപ്പോൾ ആശാൻ എടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് പോകണം. ചീഫ് കുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഷിപ്പിൽ വരുന്നതായതുകൊണ്ട് പ്ലാസ്റ്റിക്കിലെല്ലാം നല്ല സെക്യൂർഡാണ്. അപ്പം അതിൽ ഇനിയിപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കെല്ലാം അഴിച്ചു മാറ്റി നല്ല ഹെവി വലുപ്പത്തിലാണ് ആശാൻ ഉള്ളത്. ഓൾറെഡി കുടലും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്നുകൂടി ഫ്രഷ് ആക്കിയിട്ട് ചീഫ് കുക്ക് ആയുധം വെച്ചുള്ള പണിയിൽ നീങ്ങുകയാണ്. അപ്പോൾ ഇതാണ് തോല് പൊളിച്ച് ചെളുക്ക പോക്കി വെച്ചിരിക്കുന്ന വലിയ സാൽമൺ ഫിഷ്. ഒരു 5 കിലോ ഉണ്ട്, ഏകദേശം ഒരു 1200 രൂപയൊക്കെയാണ് നമുക്ക് കിട്ടും ഇതിൻ്റെ കിലോയുടെ വില. തല വെട്ടി മാറ്റി അതിൻ്റെ ബാക്കിയുള്ള അംശങ്ങൾ നമ്മുടെ ചീഫ് കുക്ക് ആയുധം വെച്ച് കളിക്കുകയാണ്. ഭയങ്കര വഴുവഴുപ്പുള്ളൊരു മീനാണിത്. ഭയങ്കര വഴുവഴുപ്പാണ്, ഭയങ്കര സ്ലിപ്പറിയാണ്. അപ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ചെയ്യുക. കാരണം കത്തിയും നല്ല അടിപൊളി മൂർച്ചയ്ക്കുള്ള കത്തിയാണ്. അപ്പോൾ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്. കട്ടിംഗ് എന്ന് പറയുന്നത് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് ഇതിൽ കാണാം. അപ്പം എല്ലാവരും ഇത് മെയിനായിട്ട് നമുക്ക് കൊച്ചിയിൽ ലുലു മോളിൽ കിട്ടുന്നുള്ളത് ഷുവറാണ്. എപ്പോഴെങ്കിലും കൊച്ചിയിലൊക്കെ പോകുമ്പോൾ ലുലു മോളിൽ നിന്ന് കുറച്ച് മേടിച്ചിട്ട് ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ പ്രിപ്പറേഷനും കുറച്ച് ഈസിയാണ് കാണുമ്പം. അപ്പം അതും ഞാൻ ഇതിൽ ആഡ് ചെയ്യും. ചീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് അലുവ മുറിച്ച പോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളർ നമുക്ക് പക്ഷേ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, ചെറിയൊരു ഓറഞ്ച് കളറാണ്. ഇതിൽ കുറച്ച് ലൈറ്റ് ഓറഞ്ച് ആയിട്ട് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓറഞ്ച് കളറാണിത്. ഒരാളെ ആശാന റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം കണ്ടാൽ നമുക്കിത് വളരെ ഈസി ആയിട്ടാണ് മുറിച്ചതെന്ന്. ഒന്നാമത് വഴുവഴുപ്പുണ്ട്, രണ്ടാമത് നല്ല ടഫായിട്ടുള്ള ബോണാണ്. നല്ല അടിപൊളി മുറിച്ചുള്ള കത്തി ആയതുകൊണ്ട് പിന്നെ ആശാൻ മുറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത് ഒരാളോട് ഇവിടെ കിടപ്പുണ്ട്. ഇത് ആദ്യത്തെ ആശാൻ്റെ തലയും വെട്ടിയിട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ആശാനെയും കൂടി നമുക്ക് നോക്കാം. നമ്മുടെ കുട്ടി സാൽമണെ ചീഫ് കുക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതാ കണ്ട നമ്മൾ വരുന്നത് വളരെ ഈസി ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെന്ന്. ചീഫ് കുക്കിൻ്റെ കയ്യിലെ ഞരമ്പുകൾ പുറത്തേക്ക് വരുന്നത് കണ്ടറിയാം എത്ര പ്രഷർ ചെലുത്തുന്നുണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പാചകത്തിലേക്ക് കടക്കാം. ഇത് ക്ലീൻ ചെയ്തു സ്റ്റോവിൽ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഇതിനു മേത്ത് തേക്കാനുള്ള ഒരു രസായനം ഉണ്ടാക്കാനുണ്ട്. ആ രസായനം കൂടി നമുക്കൊന്ന് ചീഫ് കുക്കിൻ്റെ അടുത്ത് നിന്ന് കണ്ടുപിടിക്കാം. ഇതിപ്പോൾ സാൽമൺ ഫിഷിൻ്റെ കൂടെ ഓവനിൽ കയറ്റി വെക്കാനുള്ള സാധനമാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ലൈസ് ചെയ്ത തക്കാളി, പിന്നെ നാരങ്ങ, പിന്നെ വെല്ലുള്ളി. ഇത് 3 സാധനം മാത്രം. ഇത് 3 ഓരോരോ പീസിൻ്റെ കൂടെ നമ്മുടെ ഓവനിലേക്ക് ഇവിടെ അലുമിനിയം ഫോയിലും
അലുമിനിയം ഫോയിൽ പേപ്പറാണ്. അത് അലുമിനിയം ഫോയിൽ പേപ്പർ അതും കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ പൊതിഞ്ഞിട്ടാണ് വെക്കുക. അതിന് മുമ്പുള്ള രസായനത്തിൻ്റെ പരിപാടി ഉണ്ട്. രസായനം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് സംഭവം. ഇതാ പെപ്പറാണിത്, നമ്മൾ നോർമൽ പെപ്പർ, കുരുമുളക് പൊടി, പിന്നെ ഒരു ബേസിൻ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ചീഫ് കുക്കിൻ്റെ ബാക്കി കലാവർ നോക്കാം. ഉപ്പ് ഇതിപ്പോൾ 40 പീസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത്ര ഉപ്പിട്ടു, അതിൻ്റെ മുകളിൽ കുരുമുളക് ഇട്ടു. അതിനുശേഷം ഒലിവ് ഓയിലാണ്. ഓക്കെ, പിന്നെ ഇത് 3 കൊണ്ട് ഒരു ലൈറ്റ് രസായനം പാകം ചെയ്യും. അതിൻ്റെ മുകളിൽ എന്താ അത് വിനീഗർ. ഓക്കെ, സോറി, അതിൽ വിനീഗർ കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ വിനീഗറും കൂടി ആഡ് ചെയ്യണം. വിനീഗർ, കുരുമുളക് പൊടി, പൊടിയുപ്പ്, ഒലിവ് ഓയിൽ, 4 സംഭവങ്ങളും. പിന്നെ അതിൽ അപ്പം ഇത് 4 കൂടി മിക്സ് ആക്കുകയാണ് ചെയ്യുക. മിക്സ് ചെയ്തൊരു രസായന രൂപത്തിലാക്കും. അപ്പം അത് കാണാം. അത് അടിപൊളി ഒരു രസായനം ഉണ്ടായിട്ടുണ്ട്. കണ്ടാലേ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത്. ഇനി മുക്കി തേക്കുന്ന പരിപാടിയാണ്. ആശാനെ മുക്കി നല്ല വൃത്തിക്ക് തുടച്ച് അലുമിനിയം ഫോയിലേക്ക് ഓരോ പീസ് കട്ട് ചെയ്ത് വെച്ചതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെക്കുന്നു. മീൻ വെക്കുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച നാരങ്ങ, വെള്ളുള്ളി ആൻഡ് തക്കാളി വെക്കുന്നു. ഓ, കാണാൻ തന്നെ എന്തൊരു രസം. ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അലൂമിനിയം ഫോയിലിന് പകരം നമുക്ക് നാട്ടിൽ നല്ല അടിപൊളി വാഴൻ്റെ ഇല കിട്ടും. അപ്പം വാഴയുടെ ഇലയാണ് ഇതിലും ബെസ്റ്റ് എന്നാണ് ജിപ്പു പറയുന്നത്. അപ്പോൾ നാട്ടിൽ നമുക്ക് വാഴൻ്റെ ഇലയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അങ്ങനെ ആദ്യത്തെ അധ്യായം, 2ാമത്തെ അധ്യായം, 3ാമത്തെ അധ്യായവും കഴിഞ്ഞിരിക്കുകയാണ്. നല്ല വൃത്തിക്ക് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ 2 ട്രെയിലായിട്ട് നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ആശാമാരെ. അപ്പോൾ ഇനിയിപ്പോൾ ചുമ്മാ ഇയാളെടുത്തിട്ട് ഓവനിലേക്ക് അയറ്റും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചീഫ് കുക്ക് വന്ന് ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ നാട്ടിൽ നമ്മൾ തന്തൂരി ഉണ്ടാക്കുന്ന പോലെ റെഡി ആയി കഴിഞ്ഞാൽ എടുത്ത് പുറത്ത് വയ്ക്കും. അപ്പോൾ നമുക്കത് പുറത്ത് വെച്ചതിന് ശേഷമുള്ളത് പിന്നെ കാണാം. അപ്പം ഓവനിൽ വെക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ടൈം 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു 9:30 ഒക്കെ ആവുന്ന ടൈമിലാണ് നോർമലി ചീഫ് കുക്ക് വെക്കുള്ളൂ. അപ്പോൾ വെക്കുന്ന നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ചുമ്മാ ഇതിനടുത്ത് ഉള്ളോട്ട് വെക്കുകയാണ് ചെയ്യുക. വെച്ചിട്ട് നമുക്ക് എടുത്ത് പ്രിപ്പയർ ആയതിനു ശേഷം നമുക്ക് വീണ്ടും കാണാം. ഇത് ഓൾറെഡി സെറ്റാണ്. അതുവരെ ബൈ. അപ്പോൾ നമ്മൾ രാവിലെ ഓവനിൽ കയറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സാൽമൺ ഇപ്പം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചീഫ് കുക്ക് വിളിച്ചിട്ടുണ്ട്. ചീഫ് കുക്ക് ഓൾറെഡി പുറത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് നമുക്കൊന്ന് പോയിട്ട് നോക്കാം, കൂടെ ഒന്ന് ടേസ്റ്റും ചെയ്യാം. ഞാൻ അഭിപ്രായം പറയാം. നമ്മുടെ മെസ്റൂം സാൽമൺ ഉള്ള ദിവസം എല്ലാവരും കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കാൻ വരും. അതുകൊണ്ട് ഞാൻ വളരെ നേരത്തെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 11:30 ആയിട്ടേ ഉള്ളൂ. 12 o'clock ആണ് നമ്മുടെ മീൽ ടൈം. ഞാൻ 11:30 വന്നിരിക്കുന്നത് വെച്ചാൽ 12 o'clock എല്ലാം 11:45 ആകുമ്പോഴേക്കും എല്ലാവരും വരും. മെസ്റൂം ഫുള്ളാവും. കാരണം മെയിൻലി ഇന്ന് എന്തായാലും വരും. സാൽമൺ ആണ് അറിയുന്നതുകൊണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. എത്തിയിരിക്കുകയാണ്. ഓൾറെഡി ഒരു ട്രേ മാറ്റി കഴിഞ്ഞു. 2ാമത്തെ ട്രേ ഞാൻ തുറന്നു നോക്കാൻ പോവുകയാണ്. ചെക്കും തുറക്കുന്നുണ്ട്. ചെറുത് തുറക്കാം. ഇവിടെ മണം പൊള്ളിയാണ്. രക്ഷയില്ല. ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കിയത് എനിക്ക് കഴിക്കാതെ പറ്റില്ല. നല്ല കിഡിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡിലോസ്കി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇപ്പം എന്തായാലും ഇനിയിപ്പം അധികം ഞാൻ വൈകിക്കുന്നില്ല. ഞാൻ കാര്യത്തിലേക്ക് കിടക്കട്ടെ. വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാൽമൺ ഫിഷ്. നെക്സ്റ്റ് ടൈം കൊച്ചിയിൽ ലുലുവിൽ എന്തായാലും കിട്ടുന്ന എനിക്കറിയാം. അവിടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അവിടെ പോകുകയാണെങ്കിൽ ഒരിക്കൽ മേടിച്ചിട്ട് ചെറിയ ഒരു സെക്ഷൻ മേടിച്ചിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഞാൻ കാണിച്ച രീതിയിൽ കുക്കിംഗ് വീഡിയോ എങ്ങനെ ഉണ്ടാകും എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, കുറച്ച് പെപ്പറും കാര്യങ്ങളും ഇട്ടിട്ട് ഓവനിൽ കയറ്റി വയ്ക്കുക, കുറച്ച് കഴിയുമ്പോൾ എടുക്കുക. സെറ്റപ്പ് ടേസ്റ്റാണ്. വാഴൻ്റെ ഇലയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കാര്യങ്ങളിൽ കിടക്കട്ടെ. ബൈ ബൈ.